നമസ്കാരം. ആർഭാടം കുറച്ച് മാതൃകയാകാനാണ് നിയുക്ത മുഖ്യമന്ത്രിയുടെ തീരുമാനം. അധിക സുരക്ഷയുടെ ആവശ്യമില്ലെന്നും പൈലറ്റും എസ്കോർട്ടും ഒഴികെയുള്ള മറ്റു വാഹനങ്ങളൊന്നും വേണ്ട എന്നുമാണ് നിലപാട്. അധികാരത്തിന്റെ ആർഭാടങ്ങളിൽ മയങ്ങാതെ ജനങ്ങൾക്കായി വാഗ്ദാനങ്ങൾ പാലിച്ച് എല്ലാവരെയും ചേർത്തുപിടിച്ച് പ്രതീക്ഷകൾ കാത്തു മുന്നോട്ടു പോകാൻ വി.ഡി. സതീശന് കഴിയുമോ? കാത്തിരിക്കാം. ഇനി 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം മെയ് 21 ആരംഭിക്കുകയാണ്. 29 ഗവർണറുടെ നയപ്രഖ്യാപനമാണ്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സമഗ്ര വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ട്. സംസ്ഥാന മന്ത്രിസഭയിൽ ആരൊക്കെയെന്ന ആകാംക്ഷയിൽ രാഷ്ട്രീയ കേരളം. UDF യോഗത്തിൽ അന്തിമ തീരുമാനമായില്ല. മന്ത്രിമാരുടെ വകുപ്പിലും എണ്ണത്തിലും നാളെ പ്രഖ്യാപനം. UDF യോഗം നാളെ ചേരും. എല്ലാ മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് ക്ഷണം. കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തലയും ഉണ്ടാകും. വകുപ്പിൽ തീരുമാനമായില്ല. വി.ഡി. സതീശൻ വീട്ടിലെത്തി രമേശ് ചെന്നിത്തലയെ കണ്ടു. ചെന്നിത്തല തന്റെ നേതാവെന്ന് സതീശൻ. മന്ത്രിസഭയിൽ ആരൊക്കെ വേണമെന്ന കാര്യം തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയെന്നും ഉപാധികളില്ലെന്നും ചെന്നിത്തല. കെ.സി. വേണുഗോപാൽ തിരുവനന്തപുരത്ത്. പാർട്ടി തീരുമാനം അന്തിമമെന്ന് കെ.സി. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാന കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയട്ടെ എന്നും മുൻ സർക്കാരിന്റെ പദ്ധതികൾ നിർത്തില്ല എന്നും വി.ഡി. സതീശൻ. സർക്കാരിന്റെ ശൈലിമാറ്റം പ്രഖ്യാപിച്ച് വി.ഡി. സതീശൻ ആർഭാടങ്ങൾ പരമാവധി ഒഴിവാക്കും. യാത്രയിൽ പൈലറ്റും എസ്കോർട്ടും മാത്രം മതിയെന്ന് പോലീസിന് നിർദ്ദേശം. മിനിമം അത്രേ പാടുള്ളൂ. അത് ഒന്നും ഉണ്ടായിട്ടല്ല. ഞാൻ ഇതിനു മുമ്പ് പോയവരെയൊന്നും പരിഹസിക്കൊന്നുമല്ല. അതൊന്നുമല്ല. അവർക്കൊക്കെ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. എനിക്ക് അതിന്റെ ആവശ്യമില്ല. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പിണറായി വിജയനും MP ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനം. പിണറായിയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം. പാർട്ടി സെക്രട്ടറി പാർട്ടിയെയല്ല കുടുംബത്തെ രക്ഷിക്കാനാണ് ശ്രമിച്ചതെന്നും ആരോപണം. BJP കോർ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് വിമർശനം. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്ന് നേതാക്കൾ. സംസ്ഥാന സമിതി യോഗം നാളെ. വി. മുരളീധരൻ പാർലമെന്ററി പാർട്ടി നേതാവായേക്കും. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയത് 4,14,290 വിദ്യാർത്ഥികൾ. വിജയശതമാനത്തിൽ പെൺകുട്ടികൾ മുന്നിൽ. നീറ്റ് UG പരീക്ഷയിൽ നിർണായക പരിഷ്കാരം. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. നീറ്റ് പുനഃപരീക്ഷ ജൂൺ 21. പശ്ചിമേഷ്യൻ സമാധാനത്തിനായി എല്ലാ പിന്തുണയും നൽകുമെന്ന് UAE-യോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പെട്രോളിയം ശേഖരണത്തിനായുള്ള ധാരണാപത്രത്തിലും LPG വിതരണത്തിനുള്ള കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഇന്ത്യയിൽ $5 ബില്യൺ നിക്ഷേപത്തിന് UAE. രാജ്യത്ത് ഇന്ധനവില കൂട്ടി. ഡീസലിനും പെട്രോളിനും 3 രൂപയുടെ വർധന. ചൈന സന്ദർശനം വിജയകരമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചരിത്രപരമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. 3 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ട്രംപ് മടങ്ങി. ഇറാന് സൈനിക സഹായം നൽകില്ലെന്ന് ചൈന ഉറപ്പു നൽകിയതായി ട്രംപ്. യുദ്ധം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നുവെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം. IPL-ൽ ചെന്നൈക്കെതിരെ ലക്നൌവിന് 188 റൺസ് വിജയലക്ഷ്യം. ചെന്നൈക്ക് കരുത്തായത് 71 റൺസ് എടുത്ത കാർത്തിക് സൂര്യയുടെ പ്രകടനം. മറുപടി ബാറ്റിംഗിൽ ലക്നൌവിന് മികച്ച തുടക്കം. സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴ. മധ്യ വടക്കൻ കേരളത്തിൽ മഴ കനക്കും. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും ഇടിമിന്നലും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. സ്റ്റോറി ഓഫ് ദി ഡേ. കനിവുള്ളവർ കാവലാകട്ടെ. 5 വയസ്സുകാരി റോസിന്. ആകാംക്ഷ ഇങ്ങനെ സംസ്ഥാനത്ത് മുഴുവനുണ്ട്. 11 ദിവസം മുഖ്യമന്ത്രി ആര് എന്നുള്ള ആകാംക്ഷയും ചോദ്യവും ഒക്കെ ആയിരുന്നെങ്കിൽ ഇനി
മന്ത്രിസഭയിൽ ആരൊക്കെ എന്നാണ് അറിയേണ്ടത്. അങ്ങനെ ആരൊക്കെയാണെന്ന് തീരുമാനിച്ചാൽ അവർക്ക് കിട്ടാൻ പോകുന്ന വകുപ്പുകൾ ഏതൊക്കെ എന്നറിയുന്നതിലും ആകാംക്ഷ തുടരുകയാണ്. ഇന്നൊരു UDF യോഗം ചേർന്നെങ്കിലും കൃത്യമായ ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായി. ലീഗിന് 5 മന്ത്രിമാർ ഉണ്ടാകും എന്നുള്ള ധാരണ കൃത്യമായി എത്തിയിട്ടുണ്ട്. പക്ഷെ നാളെ ഇനി ഒരു ഉഭയകക്ഷി ചർച്ച കൂടി നടത്തി മന്ത്രിമാരുടെ കാര്യത്തിലും വകുപ്പിലും അന്തിമ തീരുമാനമെടുക്കാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. മുഴുവൻ മന്ത്രിമാരും തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യും. മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതുപോലെ തന്നെ കടമ്പകൾ കടന്നു വേണം കോൺഗ്രസിന് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പൂർത്തിയാക്കാൻ. ഇന്ന് UDF യോഗം ചേർന്നെങ്കിലും മന്ത്രിമാരുടെ എണ്ണത്തിലും വകുപ്പുകളുടെ കാര്യത്തിലും അന്തിമ തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ മാത്രം തീരുമാനമായി. ലീഗിന് അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് 5 മന്ത്രിമാരുണ്ടാകും. നാളെ ലീഗ് നേതൃയോഗം ചേർന്ന് മന്ത്രിമാരെ തീരുമാനിക്കും. ഞായറാഴ്ച രാവിലെ പാണക്കാട് സാധികലി തങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ മന്ത്രിമാരുടെ പ്രഖ്യാപനം നടത്തും. എന്നാൽ മറ്റ് ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനം വീതം വെച്ചതിന് ശേഷമായിരിക്കും കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 2 മന്ത്രിമാർ എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിലും ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും നൽകും. RSPക്ക് ഒരു മന്ത്രി പദവി ലഭിക്കും. ഒറ്റ MLA-മാരുള്ള CMPക്കും ജേക്കബ് വിഭാഗത്തിനും മന്ത്രിപദവി കിട്ടുമെന്നതും ഉറപ്പായി. അതേസമയം KK രമയുടെ കാര്യത്തിൽ തീരുമാനം വൈകുന്നു. കോൺഗ്രസിന് 11 മന്ത്രിമാരും സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഉണ്ടാകും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K മുരളീധരൻ, AP അനിൽകുമാർ, N ശക്തൻ എന്നിവർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. 2ാം നിരയിൽ സാമുദായികം, യുവാക്കൾ, വനിതകൾ തുടങ്ങിയ പരിഗണനകൾ കണക്കിലെടുത്ത PC വിഷ്ണുനാഥ്, മാത്യു കുഴൽനാടൻ, ഷാനിമോൾ ഉസ്മാൻ, ബിന്ദുകൃഷ്ണ, ചാണ്ടി ഉമ്മൻ ഇങ്ങനെ നീളുകയാണ് പേരുകൾ. അതേസമയം KC വേണുഗോപാൽ പക്ഷവും രമേശ് ചെന്നിത്തല പക്ഷവും കൃത്യമായി പിടിമുറുക്കുകയാണെങ്കിൽ ഉയർന്നു കേൾക്കുന്ന പല പേരുകളും മാറിമറിയാൻ സാധ്യതയുണ്ട്. നാളെ തന്നെ അന്തിമ തീരുമാനമുണ്ടായി പ്രഖ്യാപിക്കുമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇന്ന് ഞങ്ങളൊന്ന് കൂടി പിരിഞ്ഞു, അത്രയേ ഉള്ളൂ. ചർച്ച നാളെ തുടരും. ആ കാര്യങ്ങളൊക്കെ നാളെ പത്രക്കാരിൽ ഷെയർ ചെയ്താൽ മതി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാ പോയത്. നാളെ ഞങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, UDFന്റെ നേതാക്കന്മാരുമായി ചർച്ച ചെയ്തതിന് ശേഷം ആ തീരുമാനങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാർ പങ്കെടുക്കും. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്കും സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രി പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞതിന് ശേഷം KC വേണുഗോപാൽ ഇന്നാണ് തലസ്ഥാനത്തെത്തിയത്. KC വേണുഗോപാലിന് ഗംഭീര സ്വീകരണമാണ് തിരുവനന്തപുരത്ത് നൽകിയത്. KPCC അധ്യക്ഷനൊക്കെ നേരിട്ടെത്തി അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച ഇന്ന് കാണാൻ കഴിഞ്ഞു. പക്ഷേ വൈകാരികമായ ഒരു പ്രതികരണമാണ് KC വേണുഗോപാൽ ഇന്ന് നടത്തിയത്. KC പക്ഷം എന്നൊരു പക്ഷം ഇല്ല എന്നും ഹൈക്കമാൻഡ് തീരുമാനങ്ങൾ അനുസരിക്കുന്ന അച്ചടക്കമുള്ള ഒരു പ്രവർത്തകൻ മാത്രമാണ് താനെന്നും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം അങ്ങനെ ആകണമെന്നും KC പറയുകയായിരുന്നു. കഴിവുള്ളവരാണ് ജയിച്ചു വന്നത്, അതിനാൽ കഴിവുള്ള മന്ത്രിമാർ തന്നെ ഉണ്ടാകുമെന്നും സൈബർ ആക്രമണത്തെ സംബന്ധിച്ചായിരുന്നു അദ്ദേഹം വൈകാരികമായി ഒരു പ്രതികരണം നടത്തിയത്. പിച്ച് ചീന്തി കഴിഞ്ഞില്ലേ എന്നുള്ളൊരു ചോദ്യമായിരുന്നു നടത്തിയത്. ഇനിയെങ്കിലും ഇവിടെ ഒരു ഗവൺമെൻറ് വന്നു, നല്ലൊരു ഗവൺമെൻറ്, ജനങ്ങൾക്കാണെങ്കിൽ നല്ല പ്രതീക്ഷ. ആ പ്രതീക്ഷകൾക്കനുസരിച്ച് ഗവൺമെൻറ്റിന് പോകാൻ അവസരം കൊടുക്കുക, മറ്റ് വിവാദങ്ങളിലേക്ക് തൽക്കാലം പോകാതിരിക്കുക. ഞാൻ ഇന്നും ഇന്നലെയൊക്കെ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് KC പക്ഷം. ഇവിടെ അങ്ങനത്തെ പക്ഷമൊന്നും വേണ്ട. നല്ല മന്ത്രിമാരുണ്ടാകും. കേപ്പബിളായിട്ടുള്ള, കോൺഗ്രസിൻ്റെ ഏറ്റവും കേപ്പബിളായിട്ടുള്ള MLA-മാരാണ് ജയിച്ചു വന്നിരിക്കുന്നത്. അതിൽ കേപ്പബിലിറ്റി നോക്കി, അർഹത നോക്കി, മാനദണ്ഡങ്ങൾ നോക്കി നല്ല മന്ത്രിമാരുണ്ടാകും. അവർ കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് മുന്നോട്ട് പോകും. ആ പ്രതീക്ഷയാണ് ഇനി നമ്മൾ വെച്ചു പുലർത്തേണ്ടത്. ആ പ്രതീക്ഷയ്ക്കുള്ള പിന്തുണയാണ് നമ്മൾ ഈ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടത്. അതിൽ ഞങ്ങളെല്ലാം പ്രതിജ്ഞാബദ്ധമാണ്. അതിനിടയിലാണ് ഞാൻ പറയുന്നത്, ഇത്തരം ചർച്ചകൾ ചീന്താനുള്ളിടത്ത ചീന്തി എടുത്തില്ലേ, ഇനിയും. എബി ജോൺ തോമസ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. എബി, KC പക്ഷം എന്നൊരു പക്ഷമില്ല എന്ന് KC വേണുഗോപാൽ എടുത്തു പറഞ്ഞു. ഒപ്പം വൈകാരികമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ നടത്തിയത്. പക്ഷേ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എയർപോർട്ടിലെത്തിയ ആളുകളെ നോക്കുകയാണെങ്കിൽ എല്ലാവരും KC പക്ഷക്കാരാണ് എന്ന് എടുത്തു പറയേണ്ടി വരും. ഇതോടൊപ്പം മന്ത്രിസഭാ രൂപീകരണ ചർച്ചയിലൊക്കെ KC വേണുഗോപാൽ പങ്കെടുക്കുകയാണ്. കൃത്യമായ ഇടത്ത് തന്റെ പ്രാതിനിധ്യം ഉറപ്പാക്കാനുള്ള ശ്രമം KC വേണുഗോപാൽ നടത്തും എന്നാണ് കരുതേണ്ടത്. ദീപാദാസ് മുൻഷി KC വേണുഗോപാലിനെ കണ്ട് ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ട്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ ചർച്ച എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ.
അഖില, KC പക്ഷമില്ല എന്ന് KC വേണുഗോപാൽ പറഞ്ഞു വയ്ക്കുമ്പോൾ ഇന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ചെന്നിട്ടുള്ള ആളുകൾ ആരൊക്കെയായിരുന്നു എന്ന് മാത്രം പരിശോധിച്ചാൽ ആ KC പക്ഷം ഏതാണ് എന്ന് കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. KPC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നിയുക്ത MLA-മാരാണ് ഇന്ന് KCയെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവിടേക്ക് വിമാനത്താവളത്തിലേക്ക് എത്തിയത്. നിരവധിയായിട്ടുള്ള MLA-മാർ, M. ലിജു, PC വിഷ്ണുനാഥ് തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള MLA-മാരെല്ലാം തന്നെ, T. സിദ്ദിഖ് ഉൾപ്പെടെയുള്ള MLA-മാരൊക്കെ തന്നെയും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. ഒരു വലിയ ആൾക്കൂട്ടം, വലിയ പ്രവർത്തകരുടെ ഒരു വലിയ കൂട്ടം തന്നെ KCയെ സ്വീകരിക്കുന്നതിന് വേണ്ടി രംഗത്ത് വരികയും ചെയ്തു. അവിടെ വെച്ച് വലിയ രീതിയിലുള്ള മുദ്രാവാക്യം വിളികളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. അവിടെയാണ് KCക്ക് ഈ നിയമസഭയിൽ, ഈ നിയമസഭയ്ക്കുള്ളിൽ, കോൺഗ്രസിനുള്ളിലുള്ള ആ ഒരു ഹോൾഡ് എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് വേണ്ടി ചർച്ചകളൊക്കെ തന്നെയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ UDF ഒരു യോഗം ചേർന്നെങ്കിലും അത് കേവലം ഒരു ഹായ് ബായ് പറഞ്ഞു പോരുന്ന ഒരു നിലയിലേക്ക് മാത്രം കാര്യങ്ങൾ പോവുകയും ഒരു കൃത്യമായ രീതിയിൽ തീരുമാനത്തിൽ എത്താൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാവുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ആ യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളത് തന്നെയാണ്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും നാളെ നടക്കുന്ന യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കുമ്പോൾ അവർക്ക് പറയാനുള്ള കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് എന്താണ് എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കും. അവർക്ക് ഈ മന്ത്രിസഭയിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അവർ കൃത്യമായും ചൂണ്ടിക്കാണിക്കും. അതനുസരിച്ചുള്ള നടപടികളിലേക്ക് പോകുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലേക്ക് വന്നില്ല എങ്കിൽ ആ ചർച്ച വീണ്ടും തുടരാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. എന്തായാലും ശക്തമായ രീതിയിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഉൾപ്പെടെ രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുക, ഒപ്പം തന്നെ KC വേണുഗോപാൽ പറയുന്ന ആളുകൾക്ക് മന്ത്രിസ്ഥാനം നൽകുക, അത് വകുപ്പുകൾ, പ്രധാനപ്പെട്ട വകുപ്പുകൾ കൊടുക്കുക തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ നേരത്തെ തന്നെ, അതായത് ഈ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട തീരുമാനം വരുന്ന ഘട്ടത്തിൽ ആ ഒരു ചർച്ചയിൽ തന്നെ ഇവർ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇന്നത്തെ ചർച്ചയിൽ കൃത്യമായ രീതിയിലുള്ള തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാതെ പോയതും KCയും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും പങ്കെടുക്കാതിരുന്നത് കൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നാളെ നടക്കുന്ന ആ യോഗത്തിൽ എന്തായാലും ഇവർ രണ്ടുപേരും പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും അതിനൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാഹചര്യം കൂടി കാണുന്നുണ്ട്. എന്തായാലും KC വേണുഗോപാൽ പറഞ്ഞതുപോലെ KC പക്ഷമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോഴും ആ പക്ഷം കൃത്യമായ രീതിയിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുക തന്നെയായിരുന്നു പ്രവർത്തകരുടെ, ഒപ്പം തന്നെ KPC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒക്കെ തന്നെ ഒരു പെരുമാറ്റവും അവരുടെ നിലപാടുകൾ നേരത്തെ തന്നെ നമ്മൾ വ്യക്തമാക്കിയതാണ്. അവർ ആ മുഖ്യമന്ത്രി ചർച്ച നടക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെയും അവരുടെ നിലപാടുകൾ അവർ വ്യക്തമാക്കിയതാണ്. സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ് KC പക്ഷം എന്ന് പറയുന്നത് ആ നിലയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. എന്തായാലും ഇന്ന് അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങൾ ആ നിലയ്ക്ക് ഒരു KC പക്ഷം എന്ന് പറയുന്ന രീതിയിൽ പറഞ്ഞുണ്ടാക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതല്ല, ഈ നിലയിലുള്ള നിലപാടുകൾ എടുക്കുന്ന മനുഷ്യർ കൂടിച്ചേർന്ന് തന്നെയാണ് അത്തരത്തിലുള്ള പക്ഷമുണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തി തന്നത് എന്നതും അത് അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം. എന്തായാലും നാളെയാണ് നിർണായകമായിട്ടുള്ള ചർച്ച നടക്കാനിരിക്കുന്നത്. മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ അതിൽ ആരൊക്കെ ഉണ്ടാവും, ഏതൊക്കെ വകുപ്പുകളാണ് അവർക്ക് ലഭിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ ചർച്ചയാവുക. എന്തായാലും KCയുടെ ഈ ഒരു വരവ് അത് വെറുതെ ഉള്ളൊരു വരവാകാൻ സാധ്യതയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇന്ന് അല്പസമയം മുമ്പ് ഈ വരവിന് തൊട്ടു പിന്നാലെ ദീപാദാസ് മുൻഷിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. മന്ത്രിസഭാ രൂപീകരണം തന്നെയായിരുന്നു അതുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് വന്നത് എന്നതും എടുത്തു പറയണം. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തി ദീപാദാസ് മുൻഷി രമേശ് ചെന്നിത്തലയെ കാണുകയും അനുനയ ചർച്ചകളൊക്കെ തന്നെ നടത്തുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. എന്തായാലും ഈ അനുനയത്തിലേക്ക് അദ്ദേഹം വരണമെങ്കിൽ ആഭ്യന്തരത്തിൽ കുറഞ്ഞ ഒരു വകുപ്പും സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാകില്ല എന്നുള്ള കാര്യവും ഉറപ്പാണ്. സ്വാഭാവികമായും ആ നിലയ്ക്കുള്ള ഒരു അനുനയ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തരത്തിൽ എന്തായാലും ചെന്നിത്തല ആ ഒരു അദ്ദേഹത്തിന്റെ നിലപാട് മയപ്പെടുത്തും എന്നുള്ള കാര്യവും നമുക്ക് വ്യക്തമായിട്ടുള്ളതാണ്. എന്തായാലും നാളെ നടക്കുന്ന ചർച്ച നിർണായകമാണ്. തീർച്ചയായിട്ടും. ഏതായാലും KC വേണുഗോപാൽ സംസ്ഥാനത്ത് പിടിമുറുക്കുകയാണ്. നേരത്തെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പിണറായി വിജയൻ മന്ത്രിസഭയിൽ പിടിമുറുക്കിയതുപോലുള്ള ഇടപെടലാണോ KC വേണുഗോപാൽ നടത്തുന്നത് എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഇനി എബി സൂചിപ്പിച്ച വാർത്തയിലേക്ക് തന്നെയാണ്. മുഖ്യമന്ത്രി പദവിയെ ചൊല്ലി നീളിച്ചിരുന്ന അസ്വാരസ്യങ്ങളൊക്കെ അങ്ങനെ അവസാനിക്കുന്ന തരത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും രമേശ് ചെന്നിത്തല സർക്കാരിന്റെ ഭാഗമാകും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നേരത്തെ തന്നെ തന്റെ സീനിയോറിറ്റി അടക്കം പരിഗണിച്ചില്ല എന്നുള്ള ഒരു അതൃപ്തി ഹൈക്കമാൻഡിനെ രമേശ് ചെന്നിത്തല അറിയിച്ചിരുന്നു. മന്ത്രിസഭയുടെ ഭാഗമാകാൻ തനിക്ക് താല്പര്യമില്ല എന്നുകൂടി അറിയിച്ചിരുന്നു. പക്ഷേ ചില അനുനയ നീക്കങ്ങളുടെ ഭാഗമായി അദ്ദേഹം മന്ത്രിസഭയുടെ ഭാഗമാവും. VD സതീശനും ഹൈക്കമാൻഡ് പ്രതിനിധി ദീപാദാസ് മുൻഷിയും നേരിട്ടെത്തി ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയതോടുകൂടിയാണ് ഈ ഒരു മഞ്ഞുരുകൽ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് അടക്കമുള്ള നിർണായക ചുമതലകൾ അദ്ദേഹത്തിന് ലഭിക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.
മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള അതൃപ്തിയിലായിരുന്ന രമേശ് ചെന്നിത്തലയെ വി.ഡി. സതീശൻ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയാണ് കണ്ടത്. സതീശൻ മന്ത്രിസഭയിലേക്ക് അദ്ദേഹത്തെ ഔദ്യോഗികമായി ക്ഷണിക്കുകയും ചെയ്തു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രമേശ് ചെന്നിത്തല തനിക്ക് ജ്യേഷ്ഠ സഹോദരനെ പോലെയാണെന്നും അദ്ദേഹത്തിന്റെ പൂർണ്ണ പിന്തുണ തേടിയാണ് എത്തിയതെന്നും സതീശൻ പ്രതികരിച്ചു. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളുമില്ല. അദ്ദേഹം എൻ്റെ ജ്യേഷ്ഠ സഹോദരന് തുല്യനായ ഒരാളാണ്, എൻ്റെ നേതാവായിട്ടുള്ള ഒരാളാണ്. പാർട്ടിക്ക് മുന്നിൽ താൻ നിബന്ധനകളൊന്നും വെച്ചിട്ടില്ലെന്നും ഹൈക്കമാൻഡ് തീരുമാനത്തിന് വഴങ്ങുമെന്നും ചെന്നിത്തലയും വ്യക്തമാക്കി. സതീശൻ മന്ത്രിസഭയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച അദ്ദേഹം മന്ത്രിസ്ഥാനം സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടിക്ക് വിട്ടു. ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. വളരെയേറെ വ്യക്തിപരമായ ബന്ധങ്ങളുള്ളവരാണ് ഞങ്ങൾ എല്ലാവരും. ജോസഫ് വാഴക്കൻ, ജ്യോതികുമാർ ചമക്കാല, അൻവർ സാദത്ത്, അബിൻ വർക്കി എന്നിവരും ചെന്നിത്തലയുടെ വസതിയിലെത്തിയിരുന്നു. പിന്നാലെ ഹൈക്കമാൻഡ് പ്രതിനിധി ദീപാദാസ് മുൻഷിയും ചെന്നിത്തലയുമായി ചർച്ച നടത്തി. He was not there, he went to Guruvayur. So he has come back, so it is my duty to come. I have come here. I am speaking to all the leaders. Ramesh is standing, he will tell whatever he wants to do. സുപ്രധാന വകുപ്പുകൾക്കൊപ്പം തന്റെ വിശ്വസ്തനായ ജോസഫ് വാഴക്കനെ KPCC പ്രസിഡന്റാക്കണമെന്ന ഉപാധിയും രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് നൽകുമെന്നാണ് നിലവിലെ സൂചന. എങ്കിലും വകുപ്പ് വിഭജനത്തിൽ പാർട്ടി ഉടൻ അന്തിമ പ്രഖ്യാപനം നടത്തും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തുടക്കത്തിൽ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ്. ആർഭാടം ഒഴിവാക്കുകയാണ് നിയുക്ത മുഖ്യമന്ത്രി. ഔദ്യോഗിക വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പൈലറ്റ് വാഹനവും എസ്കോർട്ടും ഒഴികെയുള്ള എല്ലാ വാഹനങ്ങളും ഒഴിവാക്കാൻ പോലീസിനോട് നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോകുമ്പോൾ അനാവശ്യമായ ഗതാഗത നിയന്ത്രണം ഉണ്ടാകരുതെന്നും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്നുമുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി കണ്ട ശേഷമായിരുന്നു സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് കൂടി വി.ഡി. സതീശൻ വ്യക്തമാക്കി. കിയ കാർണിവൽ ഉൾപ്പെടെയുള്ള ആഡംബര വാഹനങ്ങൾ, 3 ഇന്നോവ ക്രിസ്റ്റ, ആംബുലൻസും സ്ട്രൈക്കർ ഫോഴ്സും അടങ്ങുന്ന വലിയ നിര. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാക്കിയ രാഷ്ട്രീയ വിവാദങ്ങൾ ചില്ലറയല്ല. അതിനും അപ്പുറമായിരുന്നു സാധാരണക്കാരന് അതുണ്ടാക്കിയ ബുദ്ധിമുട്ട്. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ആദ്യ പ്രഖ്യാപനത്തിന് ജനം കൈയടിക്കുന്നത് ഈ വാക്കുകൾ കേട്ടാണ്. വലിയ ആർഭാടത്തോടെ വളരെ പത്രാസിലൂടെ റോഡിലൂടെ പോയാൽ ആളുകൾ എന്നെ ചിലപ്പോൾ അവർ പുറത്തൊന്നും പറയില്ലായിരിക്കും, പക്ഷെ ഉള്ളിൽ കളിയാക്കിച്ചിരിക്കും. അതിൻ്റെ അത്രയൊന്നും ആയിട്ടില്ല ഞാൻ. അപ്പോൾ അത് ഏറ്റവും ലളിതമായി ഏറ്റവും കുറച്ച് ചെയ്യണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിയിലൊന്നും ആളുകളൊന്നും ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞു. പരമാവധി ഏറ്റവും കുറച്ച് വാഹനങ്ങൾ, ഏറ്റവും കുറവെന്ന് വെച്ചാൽ വിരലിലെണ്ണാവുന്നതിൽ താഴെ മിനിമം. രാവിലെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിച്ച സതീശൻ സംസ്ഥാനത്തിന്റെ വികസന തുടർച്ചയ്ക്ക് ഒപ്പമുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചു. ഗവൺമെൻറ്റുകൾ എന്ന് വെച്ചാൽ കണ്ടിന്യൂവേഷനാണ്, തുടർച്ചയാണ് ഗവൺമെൻറ്റുകൾ. കഴിഞ്ഞ ഗവൺമെൻറ് തുടങ്ങി ചിലപ്പോൾ നമ്മൾ വലിയ വിമർശിച്ചിട്ടുള്ള വല്ല ഭാഗങ്ങളിലൊക്കെ വല്ല കറക്ഷൻസോ വല്ലതൊക്കെ വരും. അല്ലാതെ ഒരു ഗവൺമെൻറ് തുടങ്ങിയ പരിപാടി വേറെ ഗവൺമെൻറ് ഒന്നും മാറ്റിയ കേരളം ഉണ്ടാവും. മാറ്റങ്ങൾ തുടങ്ങിയെന്ന് പ്രവൃത്തിയിലൂടെ പറയുകയാണ് വി.ഡി. സതീശൻ. വിദ്വേഷരഹിതമായ കേരളമാണ് എല്ലാവരുടെയും സ്വപ്നമെന്ന് പറഞ്ഞ സതീശൻ അതിനുവേണ്ടിയുള്ള പ്രവൃത്തികൾ തുടരുമെന്നും വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കഴിഞ്ഞ ദിവസം പറവൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക്, അല്ലെങ്കിൽ ആലുവയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന വി.ഡി. സതീശൻ തിരിച്ചിന്ന് കൊച്ചിയിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹം നിയുക്ത മുഖ്യമന്ത്രിയായിട്ടാണ് മടങ്ങിയത്. നെടുമ്പാശ്ശേരി വിമാനത്തിലെത്തിയ വി.ഡി. സതീശന് വലിയ സ്വീകരണം UDF പ്രവർത്തകർ നൽകി. മുതിർന്ന കോൺഗ്രസ് നേതാവ് വയലാർ രവിയെയും വി.ഡി. സതീശൻ ഇന്ന് സന്ദർശിച്ചു. അതിൻ്റെ വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്നും കിരൺകുമാർ നൽകും. കിരൺ, ഞാൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ആലുവ ദേശത്തെ സ്വന്തം തട്ടകത്തിൽ നിന്ന് ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ വി.ഡി. സതീശൻ ഒരു നിയുക്ത MLA മാത്രമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം സ്വന്തം തട്ടകത്തിലേക്ക് മടങ്ങിയെത്തുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടാണ്, അതായത് നിയുക്ത മുഖ്യമന്ത്രിയായിട്ട്. വലിയ ആഘോഷത്തോടെ പ്രവർത്തകർ സ്വീകരിച്ചു അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പരിപാടികൾ. നാളെ അദ്ദേഹം തിരിച്ചു വീണ്ടും തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നതിന് ശേഷം എറണാകുളം ജില്ലയിലേക്ക് തിരികെ എത്തിയ വി.ഡി. സതീശന് ജന്മനാട് വലിയ സ്വീകരണം തന്നെയാണ് നൽകിയത്. വൈകിട്ട് 7 മണിയോടുകൂടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അദ്ദേഹം എത്തിയത്. ആ സമയം നിരവധി പ്രവർത്തകരാണ് വി.ഡി. സതീശന് സ്വീകരണം നൽകുന്നതിന് വേണ്ടി വിമാനത്താവളത്തിന് പുറത്ത് കാത്തിരുന്നത്. നിരവധി പ്രവർത്തകർ, അതിൽ MP ഹൈബി ഈഡൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും ഉണ്ടായിരുന്നു. വലിയ സ്വീകരണത്തോടുകൂടി തന്നെയാണ് വി.ഡി. സതീശനെ വിമാനത്താവളത്തിന് പുറത്തേക്ക് എത്തിച്ചത്. അതിനുശേഷം അദ്ദേഹം കാക്കനാടുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് വയലാർ രവിയുടെ വീട് സന്ദർശിച്ചു. അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും അദ്ദേഹം സൂചിപ്പിച്ചത് കോൺഗ്രസിന്റെ മുതിർന്ന ഒരു നേതാവാണ്, തന്നെ കുട്ടിക്കാലം മുതൽ തന്നെ അറിയാവുന്ന ഒരു നേതാവാണ്. താൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു തീപ്പൊരി നേതാവായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് വയലാർ രവിയെ സന്ദർശിച്ചതിന് ശേഷം വി.ഡി. സതീശൻ പ്രതികരിച്ചത്. ഏതായാലും ഇനി അദ്ദേഹത്തിന്റെ ജന്മവീടായിട്ടുള്ള
നെട്ടൂരിലെ വീട്ടിലടക്കം വി ഡി സതീശൻ സന്ദർശനം നടത്തും എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാവാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം നാളെ ഈ എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട ചില നേതാക്കളെ കൂടി സന്ദർശിച്ചതിന് ശേഷം നാളെ തന്നെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങും എന്നുകൂടിയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ശരി, കിരണാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ കൊല്ലത്ത് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഐഷ പോറ്റിയുടെ തോൽവിയെ തുടർന്ന് കോൺഗ്രസിൽ നടപടിയുണ്ടായിരിക്കുന്നു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടിയാണ് സ്വീകരിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ച ചൂണ്ടിക്കാട്ടി കൊല്ലം DCC നേതൃത്വമാണ് കടുത്ത നടപടികൾ എടുത്തത്. കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ഐഷ പോറ്റിയുടെ പരാജയത്തെ തുടർന്നാണ് കോൺഗ്രസിൽ നടപടികൾക്ക് തുടക്കമിട്ടത്. കൊല്ലം DCC മണ്ഡലം തല കമ്മിറ്റികൾ പിരിച്ചുവിട്ടുകൊണ്ടാണ് നടപടി കൈക്കൊണ്ടത്. എഴുകോൺ, നെടുവത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളെയാണ് പിരിച്ചുവിട്ടത്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലുണ്ടായ വീഴ്ചകളാണ് നടപടിക്ക് കാരണമായി വ്യക്തമാക്കുന്നത്. DCC ജനറൽ സെക്രട്ടറി കൂടിയായ ഉമ്മന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റായ ബ്രിജേഷ് എബ്രഹാമിന് വിശദീകരണം ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. നിയോജക മണ്ഡലത്തിലെ മറ്റു നേതാക്കളെയും നേരിട്ട് വിളിച്ച് വിശദീകരണം തേടും. കൊട്ടാരക്കര മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ഐഷ പോറ്റി CPM-ലെ KN ബാലഗോപാലിനോട് വെറും 1012 വോട്ടിന് പരാജയപ്പെട്ടിരുന്നു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികൾ ഐഷ പോറ്റിയുടെ വിജയത്തിനായി വേണ്ടത്ര ശുഷ്കാന്തി കാണിച്ചില്ല എന്നാണ് പരാജയത്തിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം ഐഷ പോറ്റി DCC പ്രസിഡന്റിനെ നേരിൽ കണ്ട് പാർട്ടി ഘടകങ്ങളുടെ പിന്തുണ ലഭിച്ചില്ല എന്ന പരാതി അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളെ പിരിച്ചുവിട്ടുകൊണ്ട് നടപടികൾക്ക് തുടക്കം കുറിച്ചത്. ജില്ലയിൽ UDF-ന് 8 സീറ്റുകൾ ലഭിച്ചെങ്കിലും CPM-ൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ ഐഷ പോറ്റിയുടെ ജയം ഏറെക്കുറെ ഉറപ്പിച്ചതായിരുന്നു. പരാജയത്തിന് കാരണമായ ഘടകങ്ങൾ വിശദമായി പരിശോധിക്കാനാണ് നീക്കം. തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് കോൺഗ്രസിൽ ആഭ്യന്തര വിലയിരുത്തൽ ശക്തമാക്കുന്നതിനോടൊപ്പം കൂടുതൽ നടപടികൾ ഉണ്ടാകാനിടയുണ്ട്. അമൃത ന്യൂസ്, കൊല്ലം. മുഖ്യമന്ത്രി ശാപം വിട്ടൊഴിയാത്ത ഒരു നാടാണ് കുട്ടനാട്. 1987 തെരഞ്ഞെടുപ്പിൽ ഗൗരിയമ്മയിൽ തുടങ്ങിയതാണ് ജില്ലയ്ക്ക് മുഖ്യമന്ത്രി ശാപം. ഗൗരിയമ്മയിൽ നിന്ന് അച്യുതാനന്ദനിലേക്കും തുടർന്ന് മുഖ്യമന്ത്രി നഷ്ടം 2026 രമേശ് ചെന്നിത്തലയിലും KC വേണുഗോപാലിലുമാണ് എത്തി നിൽക്കുന്നത്. കേരം തിങ്ങും കേരളനാട് KR ഗൗരി ഭരിച്ചിടും. 1987 തിരഞ്ഞെടുപ്പിൽ മുഴങ്ങിയ മുദ്രാവാക്യമായിരുന്നു ഇത്. ഗൗരിയമ്മയെ മുന്നിൽ നിർത്തിയായിരുന്നു അന്ന് ഇടതുപക്ഷത്തിന്റെ പ്രചാരണമെങ്കിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാം മാറിമറിഞ്ഞു. EK നായനാർ മുഖ്യമന്ത്രിയായി. ആലപ്പുഴയുടെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള യാത്രയുടെ നഷ്ടം ഇവിടെ നിന്നാണ്. ഇന്നത് രമേശ് ചെന്നിത്തലയ്ക്കും KCക്കും മുന്നിൽ എത്തി നിൽക്കുന്നു എന്ന് മാത്രം. രമേശിന് മുൻപും മുഖ്യമന്ത്രി പദം തലനാരിഴയ്ക്ക് നഷ്ടമായിട്ടുണ്ട്. 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി UDF അധികാരത്തിൽ വന്നു. അന്ന് KPCC പ്രസിഡന്റായിരുന്ന രമേശിന്റെ നേതൃമികവ് ജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി അദ്ദേഹത്തിന് അന്ന് വഴിമാറി കൊടുക്കേണ്ടി വന്നു. എന്നാൽ ഇത്തവണ സീനിയോറിറ്റി പോലും പരിഗണിക്കാതെ രമേശിനെ തഴഞ്ഞു. ഫലത്തിൽ 2 തവണയാണ് രമേശിലൂടെ മാത്രം ജില്ലയ്ക്ക് മുഖ്യമന്ത്രി പദം ഇല്ലാതാകുന്നത്. ജന്മം കൊണ്ട് കണ്ണൂരുകാരനാണെങ്കിലും കർമ്മം കൊണ്ട് ആലപ്പുഴക്കാരനായ KC വേണുഗോപാലിന്റെ കാര്യവും വ്യത്യസ്തമല്ല. 1996 മുതൽ MLA-യായും MP-യായും KC ആലപ്പുഴയിലുണ്ടായിരുന്നു. ജില്ലയിൽ നിന്ന് ജയിച്ച് സംസ്ഥാന മന്ത്രി, കേന്ദ്രമന്ത്രി തുടങ്ങിയ പദവികളിലുമെത്തി. എന്നിട്ടും മുഖ്യമന്ത്രിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ദൂരം ഏറെയായിരുന്നു. MP-മാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചതിനാൽ KCക്ക് ഇത്തവണ മത്സരിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും UDF-നുണ്ടായ മികച്ച വിജയം അദ്ദേഹത്തിൻ്റേതു കൂടിയായിരുന്നു. KC മുഖ്യമന്ത്രിയായി വരണമെന്ന് MLA-മാരിൽ ഏറെ പേരും ആഗ്രഹിച്ചു. അദ്ദേഹത്തിനായി അവർ രംഗത്ത് വന്നതോടെ ആലപ്പുഴയ്ക്ക് ഒരു മുഖ്യമന്ത്രിയെ കൂടി ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. ഇതോടെ ജില്ലയിലെ ഒടുവിലത്തെ മുഖ്യമന്ത്രിയായി VS അച്യുതാനന്ദൻ മാറി. 2016 VS വീണ്ടും കേരളം ഭരിക്കുമെന്ന് കരുതിയെങ്കിലും ആ നിയോഗം പിണറായിയിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ ചുണ്ടിനും കപ്പിനുമിടയിൽ ആലപ്പുഴയ്ക്ക് ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി പദം നഷ്ടമാവുകയാണ്. അജയ് നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. നിയുക്ത ചങ്ങനാശ്ശേരി MLA വിനു ജോബ് സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനത്ത് നന്ദി പര്യടനം നടത്തുമ്പോഴായിരുന്നു അപകടം. വിനു ജേക്കബ് സഞ്ചരിച്ച ജീപ്പിന് നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു. അപകടത്തിൽ 2 കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. വിനു ജോബിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല. പരിക്കേറ്റവരെ ചെത്തിപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPM-ലും ചില പൊട്ടിത്തെറികൾ. നേരത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിമത സ്വരങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലടക്കം വിമർശനമുയരുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം കണ്ടതാണ്. സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഇപ്പോൾ ഇന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വലിയ വിമർശനമാണ് ഉയർന്നത്. പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെയാണ് വിമർശനങ്ങളെല്ലാം. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യമടക്കം അവിടെ നേതാക്കൾ ഉന്നയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പാർട്ടിക്കാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പുല്ലുവിലയായിരുന്നു എന്നാണ് വിമർശനം. പാർട്ടി സെക്രട്ടറി പാർട്ടിയെ അല്ല കുടുംബത്തെ രക്ഷിക്കാനാണ് ശ്രമിച്ചതെന്നും സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ
പറഞ്ഞു. കണ്ണൻ ദേവ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. കണ്ണൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ 2 തവണ ഇളവ് വാങ്ങി, ഇപ്പോൾ പ്രതിപക്ഷ നേതാവാകാനല്ലേ ഇളവ് വാങ്ങിയതെന്നടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. തോറ്റതിന്റെ ഉത്തരവാദിത്വം പിണറായി വിജയൻ ഏറ്റെടുത്തില്ല എന്നതടക്കമുള്ള വിമർശനം ഈ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നല്ലോ. മറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പറഞ്ഞത്? പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത്തരത്തിൽ പിണറായി വിജയനും അതുപോലെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരിക്കുന്നത്. പിണറായി വിജയനെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നും നീക്കണമെന്നാണ് പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിണറായി വിജയൻ തന്നെ ഇക്കാര്യം ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും ഒഴിയണമെന്നും ഈ യോഗത്തിൽ ആവശ്യമുയർന്നിട്ടുണ്ട്. മാത്രമല്ല 2 തവണ പിണറായി വിജയൻ ഇളവ് വാങ്ങിയാണ് ഇത്തരത്തിൽ ഈ മത്സരത്തിൽ പങ്കെടുത്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം മത്സരത്തിൽ വിജയിച്ചത്, അതായത് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇളവ് നൽകിയത്, അല്ലാതെ പ്രതിപക്ഷ നേതാവ് ആകാൻ വേണ്ടിയിട്ടല്ല ഇത്തരത്തിൽ ഇളവ് നൽകിയത്. ഇത് അദ്ദേഹം തന്നെ ഇത് തിരുത്തണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. മാത്രമല്ല പാർട്ടി തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പിണറായി വിജയൻ തയ്യാറായിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ശൈലി തീരെ ചേർന്നതല്ലായിരുന്നു എന്നതും യോഗത്തിൽ വിമർശനമായിട്ട് ഉയർന്നിരുന്നു. മാത്രമല്ല പാർട്ടിക്കാർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പുല്ലുവില ആയിരുന്നുവെന്നും യാതൊരു തരത്തിലുള്ള പരിഗണനയും ഉണ്ടായിരുന്നില്ല എന്നും പാർട്ടി അംഗങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ MV ഗോവിന്ദനെ കുറിച്ച് പാർട്ടി സെക്രട്ടറി ഈ പാർട്ടിയെ രക്ഷിക്കാനായിട്ടല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ രക്ഷിക്കാനായിട്ടാണ് ഇക്കാലം ശ്രമിച്ചതെന്നും ഒരു വിമർശനം ഉയർന്നു. ഇത് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ തോമസ് ഐസക്കും CS സുജാതയും പങ്കെടുത്ത യോഗത്തിലാണ് ഇത്തരത്തിൽ വിമർശനം ഉണ്ടായത്. ഇത്തരത്തിൽ ഇത് ഈ പ്രതിപക്ഷ സ്ഥാനം പിണറായി വിജയനെ പ്രഖ്യാപിച്ചതിന് ശേഷം നടന്ന ആദ്യ യോഗത്തിലാണ് ഇത്തരത്തിൽ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു വിമർശനം വരുന്നത്. നേരത്തെയും വിമർശനം ഇത്തരത്തിൽ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ശബരിമല വിഷയത്തിലൊക്കെ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള വിമർശനങ്ങൾ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി യോഗത്തിലാണ്. പ്രധാനമായും 5 അംഗങ്ങളാണ് ഇത്തരത്തിൽ ഇന്ന് ഈ വിമർശനം ഉയർത്തിയത്. അഖില, 5 അംഗങ്ങൾ ഉയർത്തിയ വിമർശനമാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം ഏറ്റവും അടിത്തട്ടിലുള്ള പ്രവർത്തകരെ മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നടക്കം വിമർശനം ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വിമർശനവും പാർട്ടി പരിശോധിക്കേണ്ടതുണ്ട്. മുന്നോട്ടുള്ള യാത്രയിലൊക്കെ ഇത് എല്ലാം തിരുത്തി വേണം പാർട്ടി പോകാൻ. ഇനി തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ BJPയുടെ ഒരു കോർ കമ്മിറ്റി യോഗവും NDA നേതൃയോഗവും ഒക്കെ ചേർന്നിരുന്നു. മണ്ഡലങ്ങൾ മാറി മാറി മത്സരിക്കുന്നത് ചില നേതാക്കൾക്ക് തിരിച്ചടിയായി എന്നും മണ്ഡലം ശ്രദ്ധിച്ചവർ വിജയിച്ചുവെന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ അവിടെ ചൂണ്ടിക്കാട്ടിയത്. ഔദ്യോഗിക പക്ഷത്തിനെതിരെ K സുരേന്ദ്രനും V മുരളീധരനും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ ഏകപക്ഷീയമായി നടത്തി എന്നുള്ള വിമർശനവും ഈ കോർ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു. സഭയ്ക്കെതിരായ PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും ഒക്കെ പരാമർശങ്ങൾ അനവസരത്തിലായിരുന്നുവെന്നും ഈ യോഗങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന ആദ്യ കോർ കമ്മിറ്റി യോഗമായിരുന്നു ഇന്നത്തേത്. തെരഞ്ഞെടുപ്പ് ഫലം ഉൾപ്പെടെ വിലയിരുത്തുക എന്നതായിരുന്നു അജണ്ട. മുതിർന്ന നേതാക്കൾക്കെതിരെ യോഗത്തിൽ കടുത്ത വിമർശനം ഉയർന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം മണ്ഡലത്തിൽ പോയാൽ പോരെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തുടർച്ചയായി മത്സരിക്കുന്ന മണ്ഡലമായിട്ട് പോലും മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ സജീവമായിരുന്നില്ല. ആലപ്പുഴ ജില്ലയിലേക്ക് പരിഗണിച്ച് ശോഭാ സുരേന്ദ്രൻ പാലക്കാടേക്ക് മാറിയത് തിരിച്ചടിയായി. വർഷങ്ങളായി മണ്ഡലത്തിൽ സജീവമായവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു. കഴക്കൂട്ടവും ചാത്തന്നൂരും ഇതിനുദാഹരണമാണെന്നും സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. സഭയ്ക്കെതിരായ PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും പരാമർശത്തിലും വിമർശനം ഉയർന്നു. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി S സുരേഷ് സംഘടനാ കാര്യങ്ങൾ അറിയിക്കുന്നില്ലെന്ന് K സുരേന്ദ്രനും V മുരളീധരനും കുറ്റപ്പെടുത്തി. പാലക്കാടും തൃശ്ശൂരുമുണ്ടായ വോട്ട് ചോർച്ച പാർട്ടി പരിശോധിക്കും. കോർ കമ്മിറ്റിക്ക് ശേഷം നടന്ന NDA നേതൃയോഗവും തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തി. നാളെ സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ അധ്യക്ഷന്മാരുടെയും യോഗം ചേരും. അതിനുശേഷമാകും നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിദ്യാർത്ഥികൾ കാത്തിരുന്ന ഫലം ഇന്ന് വന്നു. SSLC പരീക്ഷാ ഫലം 99.07% വിജയം. ഏറ്റവും കൂടുതൽ വിജയ ശതമാനം പത്തനംതിട്ട റവന്യൂ ജില്ലയിൽ. പുനർമൂല്യനിർണ്ണയത്തിന് വ്യാഴാഴ്ച വരെ ഓൺലൈനായി അപേക്ഷിക്കാം. +1 പ്രവേശന നടപടികൾ ഈ മാസം 25 മുതലാണ് ആരംഭിക്കുക. മന്ത്രിയുടെ അഭാവത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഫലം പ്രഖ്യാപിച്ചത്. 4,14,290 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. ഇവരിൽ 4,14,456 വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. 99.07% വിജയശതമാനം. കഴിഞ്ഞ വർഷത്തേക്കാൾ 0.43% കുറവാണ് ഇത്തവണ. മലപ്പുറം ഇടരിക്കോടിലെ PKMMHSSലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. മൊത്തം വിജയം പരിശോധിക്കുമ്പോൾ വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട റവന്യൂ ജില്ല 99.72%. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള
വിദ്യാഭ്യാസ ജില്ല കുട്ടനാടാണ് 100%. ഏറ്റവും കൂടുതൽ വിജയശതമാനം പത്തനംതിട്ടയിലും കുറവ് തിരുവനന്തപുരത്തുമാണ്. A+ നേട്ടത്തിൽ മുന്നിൽ കൊല്ലം ജില്ലയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം മൂലം പരീക്ഷ റദ്ദാക്കിയ ഗൾഫ് മേഖലയിലെ എല്ലാ വിദ്യാർത്ഥികളും വിജയിച്ചു. ലക്ഷദ്വീപ് മേഖലയിലെ വിജയം 97.67%. 2105 സ്കൂളുകൾ 100 മേനി വിജയം നേടി. അതേസമയം എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഇത്തവണ ഗണ്യമായ കുറവുണ്ട്. ഈ വർഷം പുതിയ കരിക്കുലം ഈ വർഷം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മുൻപ് ഫോളോ ചെയ്തിരുന്ന കരിക്കുലത്തിൻ്റെ ഒരു ചെറിയ മാറ്റം 2025-26 അക്കാഡമിക് ഇയറിൽ പ്രാവർത്തികമാക്കിയിരുന്നു. അപ്പം അതായിരിക്കാം ഒരു കാരണമെന്നാണ് പ്രാഥമികമായിട്ട് വിശകലനം ചെയ്തതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. പുനർമൂല്യനിർണ്ണയത്തിന് നാളെ മുതൽ 21 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. സേ പരീക്ഷകൾ ജൂൺ ആദ്യവാരം ആരംഭിക്കുകയും ഫലം മാസാവസാനം പ്രഖ്യാപിക്കുകയും ചെയ്യും. ഈ മാസം 25 മുതൽ +1 പ്രവേശനത്തിനുള്ള നടപടികൾ ഓൺലൈനായി ആരംഭിക്കും. അധിക സീറ്റുകൾ ആവശ്യം വന്നാൽ മുൻവർഷങ്ങളിലെ പോലെ നടപടി സ്വീകരിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ജൂൺ ആദ്യവാരം മുതൽ ഡിജി ലോക്കറിൽ ലഭ്യമാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പരീക്ഷാ പേപ്പർ ചോർച്ചയുടെയൊക്കെ പശ്ചാത്തലത്തിൽ നീറ്റ് UG പരീക്ഷയിൽ നിർണായക പരിഷ്കാരം വരുത്തുകയാണ് കേന്ദ്ര സർക്കാർ. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുകയാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ പൂർണ്ണമായും ഒഴിവാക്കാൻ പുതിയ സംവിധാനത്തിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ക്രമക്കേടുകളെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷ ജൂൺ 21 നടത്തുമെന്ന് NTA അറിയിച്ചു. മെഡിക്കൽ കോഴ്സുകളുടെ പ്രവേശന പരീക്ഷയായ നീറ്റ് നടത്തിപ്പിൽ നിർണായക പരിഷ്കാരമാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പ്രഖ്യാപിച്ചത്. അടുത്ത വർഷം മുതൽ നീറ്റ് UG പരീക്ഷ പൂർണ്ണമായും കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി നടത്തും. ചോദ്യപേപ്പർ ചോർച്ചയുൾപ്പെടെയുള്ള ക്രമക്കേടുകൾ പുതിയ സംവിധാനത്തിലൂടെ പൂർണ്ണമായും ഒഴിവാക്കാനാകുമെന്നും പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കേന്ദ്ര സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. अगले साल से परीक्षा, इसकी जो मूल जड़ है OMR, अगले साल से नीट की परीक्षा कंप्यूटर बेस्ड टेस्ट से होगी. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ ഈ വർഷത്തെ നീറ്റ് പരീക്ഷ ജൂൺ 21 നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിരുന്നു. അഡ്മിറ്റ് കാർഡുകൾ ജൂൺ 14 പുറത്തിറക്കും. അർഹരായ വിദ്യാർത്ഥികളുടെ അവസരം ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന തീരുമാനത്തിലാണ് ചോദ്യപേപ്പർ ചോർച്ച സ്ഥിരീകരിച്ചപ്പോൾ തന്നെ പരീക്ഷ റദ്ദാക്കാൻ ഉത്തരവിട്ടത്. വിഷയത്തിൽ CBI വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. പരീക്ഷാ നടത്തിപ്പിലുണ്ടായ വീഴ്ചകളുടെ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കുന്നതായും ഇത്തരം മാഫിയകൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി.